ഈ പുഴയും കടന്നിനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നരൻ പുറത്തുനിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാവേരി പറയാണ്, നിളയുടെ നിന്ന് തോക്ക് വാങ്ങിച്ചിട്ട് പറയാണ്, ഇതേ ഇല്ല നിൽക്കുന്ന അഹങ്കാരിയുടെ തലയിലേക്ക് അടിച്ചു വിടാം എന്ന് പറയാണ്. അപ്പം ഗംഗ പറയണ, വേണ്ട കാവേരി, ഒന്നാമത് നരന് ഭയങ്കര ദേഷ്യമാണെന്ന് അറിയാൻ കഴിഞ്ഞത് നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. പിന്നെ അയാളുടെ ദേഷ്യം അയാളുടെ കയ്യിരിക്കട്ടെ, നമ്മൾ അയാളോട് ഒന്നും ചെയ്യാൻ പോയില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ കാവേരി ആ തോക്ക് വാങ്ങിച്ച് നരൻ്റെ തലയിലേക്ക് ആ സ്റ്റിക്ക് അടിച്ചു വിടുകയാണ്. അങ്ങനെ തലയിൽ വന്ന് ആ സ്റ്റിക്ക് ഒട്ടിയിരിക്കുമ്പോൾ കാവേരി കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. കൂടെ ഗംഗയും യമുനയും കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പം ആ സ്റ്റിക്ക് കണ്ട് അവിടെ എല്ലാം നരൻ നോക്കുമ്പം നിള നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പം നിള ചെറിയ കുട്ടിയായതുകൊണ്ട് നരനൊന്നും പറയുന്നില്ല. അപ്പം അതെടുത്ത് കൈ വെച്ചേട്ട് ചോദിക്കുകയാണ്, ഇത് മോളാണോ അടിച്ചിട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പം നിള ഒന്നും മിണ്ടാതെ അതേന്ന് പറയുകയാണ്. അത് കൊണ്ടുവന്ന് നിളയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നരൻ ഒന്നും മിണ്ടാതെ അങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ ഗംഗയാണെങ്കിൽ കാവേരി യമുനയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഈ സമയത്താണ് വിനീത് നരൻ്റെ അടുത്തേക്ക് വരുന്നത്. ബ്രോ എന്നും പറഞ്ഞുകൊണ്ട് കൈയും കാണിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ വിനീത് വരുന്ന കാണുമ്പോൾ ഓടി വന്ന് വിനീത് നരൻ്റെ കൈ പിടിച്ച് ഷേക്ക് കൊടുക്കാൻ നോക്കുവാണ്. അപ്പം പെട്ടെന്നാണെങ്കിൽ നരനങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇന്നലെ വന്നയാളെ അടിച്ച് ചവിട്ടിയിട്ടത്, അതിന് അന്നേരെ ബ്രോയ്ക്കൊരു ഷേക്ക് ഹാൻഡ് തരണമെന്ന് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല എന്ന് പറയാണ്. ഉടനെ നരൻ പറയാണ്, എൻ്റെ മുത്തശ്ശിയോ മുത്തശ്ശനോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ വിടത്തില്ല, അത് താനായാലും ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വിനീത് പറയാണ്, അയാൾ പുഷ്പവടിയിൽ വെച്ച് ഞങ്ങളുടെ പുറകിൽ നടന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഇവിടെയും വന്നേക്കുവാണ്, ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞാൽ അയാൾ നടക്കുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പം നരൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല, എൻ്റെ മുത്തശ്ശനെ അയാൾ ഉപദ്രവിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ചയാളെ തല്ലിയത്, അല്ലാതെ നിങ്ങളെ രക്ഷിക്കാനൊന്നും അല്ല എന്ന് പറയാണ്. അപ്പം എന്തായാലും ബ്രോ അവനിട്ട് 2 തല്ല് കൊടുത്തല്ലോ, അതിനാ ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറയുകയാണ്. അപ്പം നരൻ പറയാണ്, എനിക്ക് കൂടുതൽ അടുപ്പം ഇല്ലാത്തവരോടൊന്നും സംസാരിക്കാൻ വലിയ താല്പര്യമില്ല, എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് നരൻ അങ്ങ് കയറി പോവുകയാണ്. വിനീത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിനീത് ഇങ്ങ് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പം അവിടെയാണെങ്കിൽ കാവേരി ചോദിക്കുന്നുണ്ട്, എന്താ വിനീതേട്ടാ അവിടെ ആ ആളുമായിട്ട് സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ്. അതെ, ഞാനൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തതാണ്, അന്ന് ജയപാലനെ അടിച്ചിട്ടില്ലേ അതിനൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തതാണ്, പക്ഷേ ആൾ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് തോന്നുന്നത്. ഇത് കേൾക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, എനിക്കും തോന്നി ആൾക്ക് ജാടയും അഹങ്കാരവും ഒക്കെ ഉണ്ട്, അപ്പം നീ ആർക്കും തീർത്തു കൊടുക്കാൻ പോകണ്ട എന്ന് ഗംഗ പറയാണ്. ഞാനൊന്നും പോന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കാവേരി അങ്ങ് കയറിപ്പോവാണ്. ഈ സമയത്ത് നിവിനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. കാവേരിയെ വിനീതിനെ കണ്ടെത്തിയല്ലോ, അതുപോലെ രാഗിണി താൻ എവിടെയാണ് പോകുന്നതെന്നൊക്കെ പുറകെ അന്വേഷിച്ച് നടക്കുന്നതിൽ സങ്കടമുണ്ട്. ഇനി അമ്മയെങ്ങാനും അറിഞ്ഞാൽ വലിയ പ്രശ്നമാവത്തില്ലേ, ആ ഒരു സങ്കടമുണ്ട്. അപ്പോഴാണ് ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടത്. അപ്പം കൂട്ടുകാരൻ ചെന്ന് ഡോർ തുറക്കുന്നുണ്ട്. അപ്പം നോക്കുമ്പം രാഗിണി, നിവിൻ ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഉണ്ട്, ആരാന്ന് ചോദിക്കുകയാണ്. അത് രാഗിണിയാന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നിവിൻ കേൾക്കുന്നുണ്ട്. അകത്ത് നിന്ന് ആരാ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. രാഗിണിയെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം പിന്നെ നിന്നെ കാണാൻ ഇവിടെ വരണ്ടെങ്കിൽ ഞാൻ വരത്തില്ലേ, നീ വിചാരിച്ചോ കാവേരിയുടെ പുറകെ കറങ്ങി നടക്കാമെന്ന്, നടക്കത്തില്ല, എന്നെ കളഞ്ഞിട്ട് നീ അങ്ങനെ കാവേരിയുടെ പുറകെ നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ ഇപ്പോഴും കാവേരിയുടെ പുറകെ നടക്കുന്നുണ്ടെന്ന കാര്യം രാജേശ്വരി ആൻറ്റി അറിഞ്ഞാൽ എന്താ നടക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് നീ അവളുടെ പുറകെ പോയി അവളെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നീ വിചാരിക്കേണ്ടതെന്ന് രാഗിണി പറയാണ്. ഇത് കേൾക്കുമ്പം നിവിൻ പറയണം, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നും പറഞ്ഞുകൊണ്ട് നിവിൻ ഓടിപ്പോയി മുറിയിൽ കയറി കതവങ്ങ് അടയ്ക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് രാഗിണി ഓടി പുറകെ ചെല്ലുന്നുണ്ട്. പക്ഷേ രാഗിണി പറയുന്നത് ഒന്നും കേൾക്കാതെ നിവിൻ പെട്ടെന്ന് ഡോറ് പിടിച്ചങ്ങ് അടയ്ക്കുകയാണ്. അപ്പം ഇത് രാഗിണിക്ക് നല്ല വിഷമമാവുന്നുണ്ട്. അപ്പം രാഗിണിയുടെ അടുത്ത് നിവിൻ പറയാണ്, ഒന്ന് ശല്യം ചെയ്ത് ഇറങ്ങിപ്പോവാമോ, എന്തിനിങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിരുന്ന ഫോണൊക്കെ വലിച്ചെറിയുകയാണ്. അപ്പം പുറത്തുനിന്ന് രാഗിണി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. രാഗിണിക്ക് നല്ല വിഷമമാവുന്നുണ്ട്. രാഗിണി നേരെ വന്ന് കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങനെ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടത് കൊണ്ടോ എന്നെ കാണാതെ ഒഴിഞ്ഞു നടന്നുകൊണ്ടോ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കട്ടെ, ഞാൻ അവൻ്റെ പുറകെ തന്നെ ഉണ്ട്, അങ്ങനെ അവനെ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് അതുപോലെ ദേഷിച്ച് രാഗിണി അങ്ങ് പോവുകയാണ്. അപ്പം നിവിനാണെങ്കിൽ ആകെപ്പാടെ ഭയങ്കര ദേഷിച്ചിരിക്കുകയാണ്. ഇവളിങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഓർത്ത് ഭയങ്കര ദേഷ്യത്തോടെ നിൽക്കുകയാണ്. മാത്രവുമല്ല അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഇവൾ പറയുന്നുണ്ടെന്നും നിവിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആകെപ്പാടെ ദേഷ്യം നിൽക്കുകയാണ് നിവിൻ. ഈ സമയത്ത് വിനീതാണെങ്കിൽ കാവേരിയുടെ അടുത്തും യമുനയുടെ അടുത്തും ഗംഗയുടെ അടുത്തും നിവിനെ കണ്ട കാര്യം, നിവിൻ്റെ വിവാഹം മുടങ്ങിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ യമുനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. നിവിൻ വിവാഹം മുടങ്ങിയ കാര്യവും വീണ്ടും തിരുവനന്തപുരത്ത് തന്നെ അന്വേഷിച്ച് വന്നതാണെന്നുള്ളൊരു സന്തോഷത്തിൽ യമുന നിൽക്കുകയാണ്. പക്ഷേ കാവേരിക്ക് കാര്യങ്ങളൊക്കെ കാവേരിക്കറിയാം. കാവേരി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ആ വിവാഹം മുടങ്ങി കാവേരി അന്ന് ജയപാലുമായിട്ട് വഴക്കിട്ട് രാജേശ്വരി ആൻറ്റി അവിടുന്ന് പോയെന്ന് അറിയുന്നത്, അതുകൊണ്ട് വിവാഹം നടന്നില്ല. അവനാണെങ്കിൽ വീണ്ടും ഇവിടെ ഉണ്ട്, തിരുവനന്തപുരത്ത് വന്ന് ഞാനിപ്പോൾ കണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ യമുനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിവിൻ തന്നെ അന്വേഷിച്ച് വന്നതാണെന്നൊക്കെ വിചാരിച്ച് യമുന ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്.